ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഇത്തവണത്തെ ഏറ്റവും വലിയ അപ്രതീക്ഷിത വിജയം നേടിയ ടീം ബംഗ്ലാദേശാണ്. ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കില്ലെന്ന് പ്രവചിച്ച ക്രിക്കറ്റ് വിദഗ്ധരെയും ആരാധകരെയും അമ്പരപ്പിച്ചുകൊണ്ട് ലിറ്റൺ ദാസ് നയിക്കുന്ന ബംഗ്ലാദേശ് ടീം ഫൈനലിൽ തൊട്ടരികിലെത്തിയിരിക്കുകയാണ്. സൂപ്പർ 4 ഘട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 4 വിക്കറ്റിന് തോൽപ്പിച്ച അവരുടെ വിജയം ടീമിന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ബംഗ്ലാദേശ് ആരാധകർക്കും വലിയ ആത്മവിശ്വാസം നൽകി. ഈ വിജയത്തിന് ശേഷം ആവേശത്തിലായ ബംഗ്ലാദേശി ആരാധകർ അടുത്ത മത്സരത്തിൽ ഇന്ത്യയും പരാജയപ്പെടുത്തുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ സൂപ്പർ 4 പോരാട്ടത്തിലെ വിജയം ബംഗ്ലാദേശിന് സമ്മാനിച്ചത് കേവലം 4 പോയിന്റുകൾ മാത്രമല്ല, വലിയൊരു ആത്മവിശ്വാസം കൂടിയാണ്. ആ വിജയം അവർ നാഗിൻ നൃത്തം ഉൾപ്പെടെയുള്ള ആഹ്ലാദ പ്രകടനത്തിലൂടെയാണ് ആഘോഷിച്ചത്. ഈ വിജയം തങ്ങളുടെ ടീമിന്റെ കഴിവ് തെളിയിക്കുന്നതാണെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നാഗിൻ ഡാൻസ് പോലെ ആഘോഷ പ്രകടനങ്ങൾ അവർക്കൊരു ആവേശത്തിന്റെ ഭാഗമാണ്. 2018 നിദാഹാസ് ട്രോഫി ഫൈനലിൽ ബംഗ്ലാദേശ് കളിച്ചപ്പോഴും അവരുടെ നാഗിൻ ഡാൻസ് വൈറലായിരുന്നു. ഇത്തവണയും ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയപ്പോൾ ആരാധകർ ആ ആവേശം വീണ്ടും ആവർത്തിച്ചു. എന്നാൽ ഈ പ്രകടനങ്ങൾക്കപ്പുറം അവർ ഇന്ത്യൻ ടീമിന് നൽകിയ മുന്നറിയിപ്പാണ് കൂടുതൽ ശ്രദ്ധ നേടിയത്. ഇജാസ് വസീം ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ ബംഗ്ലാദേശിലെ ചില ആരാധകർ ഇന്ത്യയെ തോൽപ്പിക്കുന്നത് അഭിമാന പ്രശ്നമാണെന്ന് പ്രഖ്യാപിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ബംഗ്ലാദേശ് ആരെയും ഇനി വിടില്ല. ഞങ്ങൾ ബംഗ്ലാദേശികളാണ്. ഇന്ത്യയെ ഏഷ്യ കപ്പിൽ തോൽപ്പിക്കുക എന്നത് ഞങ്ങൾക്ക് അഭിമാന പ്രശ്നമാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് ടീമിനെ നോക്കൂ. വളരെ ബാലൻസ് ഉള്ള ടീമാണ് ഞങ്ങളുടേത്. ടീമിന്റെ കോമ്പിനേഷൻ വളരെ മികച്ചതാണ്. ഞങ്ങൾ കപ്പ് നേടുക തന്നെ ചെയ്യും. ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നത് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമൊന്നുമല്ല. ശ്രീലങ്കയ്ക്കെതിരായ സൂപ്പർ 4 മാച്ചിലെ കളി കണ്ടില്ലേ? ഇന്ത്യക്കെതിരെയും ഞങ്ങൾ ഇതേ പ്രകടനം തന്നെ കാഴ്ചവെക്കും. അടുത്ത മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. ക്രിക്കറ്റിൽ ഒന്നും പറയാൻ കഴിയില്ല. ബംഗ്ലാദേശ് വളരെ ചെറിയ ടീമാണെന്നും ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ലെന്നുമെല്ലാമാണ് നിങ്ങളെല്ലാം നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ആരും മിണ്ടുന്നില്ല. അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച ബംഗ്ലാദേശ് ഇപ്പോൾ ശ്രീലങ്കയും വീഴ്ത്തി. ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും പറയാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് അത് പറ്റും. ഇന്ത്യ മികച്ച ടീം ആവുക അവരുടെ നാട്ടിലാണ്. ബംഗ്ലാദേശ് അങ്ങനെയല്ല. ഞങ്ങളെ കൊണ്ട് എന്തും സാധിക്കും. ഈ ഏഷ്യ കപ്പിൽ ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം കഴിയുമെന്ന് കാണിച്ചു തരാം. അഫ്ഗാനിസ്ഥാൻ ഏഷ്യയിലെ നമ്പർ 2 ടീമാണെന്ന് പറഞ്ഞിട്ടും എന്തായി? നാട്ടിലേക്ക് മടക്കി അയച്ചില്ലേ? ഇനി ശ്രീലങ്കയും തിരിച്ചയക്കും. ഈ പ്രസ്താവനകൾ ഒരു ആവേശത്തിന്റെ ഭാഗമാണോ അതോ ഇന്ത്യൻ ടീമിന് ഒരു യഥാർത്ഥ ഭീഷണിയാണോ എന്നുള്ളത് ക്രിക്കറ്റ് ലോകത്തെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ ഗ്രൂപ്പ് ബിയിൽ ബംഗ്ലാദേശിന് സാധ്യതകൾ വളരെ കുറവാണെന്നാണ് വിലയിരുത്തപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും ഗ്രൂപ്പ് ഘട്ടം കടന്ന് സൂപ്പർ 4-ൽ എത്തുമെന്നാണ് പൊതുവെയുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ബംഗ്ലാദേശ് ടീം ഈ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചു. ആദ്യ മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശ് തങ്ങളുടെ ടൂർണമെന്റ് മികച്ച രീതിയിൽ ആരംഭിച്ചു. എന്നാൽ അടുത്ത മത്സരത്തിൽ ശ്രീലങ്കയുടെ 6 വിക്കറ്റിന്റെ വലിയ പരാജയം ഏറ്റുവാങ്ങിയത് അവരുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു. ഇതോടെ സൂപ്പർ 4 സാധ്യതകൾ മങ്ങിയതായും തോന്നിച്ചു. എന്നാൽ അടുത്ത മത്സരത്തിൽ റാഷിദ് ഖാൻ നയിച്ച ശക്തമായ അഫ്ഗാനിസ്ഥാൻ ടീമിനെ 8 റൺസിന് മലർത്തിയടിച്ചുകൊണ്ട് ബംഗ്ലാദേശ് തങ്ങളുടെ പോരാട്ട വീര്യം കാണിച്ചു. ഈ വിജയത്തിന് ശേഷം ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയപ്പോൾ ബംഗ്ലാദേശ് ഭാഗ്യത്തിന് സൂപ്പർ 4-ൽ ഇടം നേടി. സൂപ്പർ 4-ൽ അവർ ശക്തമായ പ്രകടനം തുടർന്നു. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തന്നെ ശ്രീലങ്കയെ 4 വിക്കറ്റിന് ഞെട്ടിച്ചുകൊണ്ടാണ് അവർ ഫൈനൽ സാധ്യതകൾ സജീവമാക്കിയത്. ബംഗ്ലാദേശിന്റെ ഈ പ്രകടനം കാണിക്കുന്നത് ക്രിക്കറ്റിൽ ഒരു ടീമിന്റെ സ്ഥിരതയല്ല, മറിച്ച് മത്സര ദിവസത്തെ പ്രകടനമാണ് നിർണായകമാകുക എന്നതാണ്. അവരുടെ ടീം കോമ്പിനേഷനും കളിക്കാരെക്കുറിച്ചുള്ള ആത്മവിശ്വാസവുമാണ് ഈ ടൂർണമെന്റിൽ വലിയ പങ്ക് വഹിച്ചത്. അവരുടെ ക്യാപ്റ്റൻ ലിറ്റൺ ദാസിന്റെ നേതൃത്വം ഈ വിജയങ്ങൾക്ക് കാരണമായി. സൂപ്പർ 4-ൽ ബംഗ്ലാദേശിന്റെ അടുത്ത മത്സരം ബുധനാഴ്ച രാത്രി ഇന്ത്യക്കെതിരെയാണ്. ഈ മത്സരത്തിൽ വിജയിച്ചാൽ ബംഗ്ലാദേശിന് ഫൈനൽ ബർത്ത് ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയെ പോലെ ഒരു ശക്തമായ ടീമിനെതിരെ വിജയം നേടുന്നത് അവർക്ക് അത്ര എളുപ്പമാകില്ല. എങ്കിലും ബംഗ്ലാദേശിന്റെ ആരാധകർ നൽകിയ മുന്നറിയിപ്പുകൾ തള്ളിക്കളയാനും സാധിക്കില്ല. ഇന്ത്യയെ പരാജയപ്പെടുത്തുന്ന അഭിമാന പ്രശ്നമായി കാണുന്ന ബംഗ്ലാദേശ് താരങ്ങൾ മൈതാനത്ത് തങ്ങളുടെ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കാനും ശ്രമിക്കും. കൂടാതെ ലോകകപ്പ് അടുത്തിരിക്കുന്നതിനാൽ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ഒരു കടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കണം. ബംഗ്ലാദേശ് ടീം മുൻകാലങ്ങളിൽ ഇന്ത്യ അപ്രതീക്ഷിതമായി പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 2007 ലോകകപ്പിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് ഒരു വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ ഒരു ചെറിയ ടീമായി കാണാനും കഴിയില്ല. ബംഗ്ലാദേശിന്റെ ആവേശം ഇന്ത്യൻ ടീമിന് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ബംഗ്ലാദേശിന്റെ പ്രകടനം അവരുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു. ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ തങ്ങളുടെ കഴിവ് തെളിയിച്ചു. ഇനി ഇന്ത്യയെ നേരിടുമ്പോൾ അവരുടെ ആത്മവിശ്വാസം ഒരു വലിയ ശക്തിയായി മാറിയേക്കാം. എങ്കിലും ക്രിക്കറ്റിൽ സ്ഥിരതയുള്ള പ്രകടനമാണ് കപ്പ് നേടാൻ അനിവാര്യമായ ഒന്ന്.